അമ്മയുടെ ശത്രുവിനെ കൊന്നു തിന്ന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്നറിയണ്ടേ, ഈ കാണുന്ന മരങ്ങളും ചെടികളും ഇവിടെയുള്ള എല്ലാ കൃഷികളും അമ്മ നട്ട് വളർത്തി വെച്ചേക്കുന്നതാണ്. എന്തിന് ജൈവ കൃഷിക്ക് അവാർഡ് വരെ കിട്ടിയ ആളാണ് പുള്ളി. ആളിവിടെ വെച്ച ഫ്രൂട്ട്സും പഴങ്ങളും മില്ലറ്റും എന്താ ഇപ്പം എണ്ണി പറയുകയാണെങ്കിൽ തീരൂല. അതിന് ഞാൻ വേറെ വീഡിയോ ഇടാം. അത്രയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശത്രു വന്ന് ആരാ? നമ്മുടെ ആഫ്രിക്കൻ ഒച്ച്. എൻ്റെ പൊന്നോ, തിന്ന് 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 നശിപ്പിച്ച് എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പം അമ്മ എന്ത് ചെയ്ത് ഒരു ദിവസം മറ്റേ പ്ലക്കറും വെച്ച് ഇതിനെ തപ്പി പറക്കി ഉപ്പ് വെള്ളത്തിലിട്ട് കൊന്നു. എന്തിന്? ഇതിന് യൂട്യൂബിൽ കണ്ടിട്ട് ആള് ബിയർ വരെ ഒഴിച്ചു വെച്ചിട്ട് അതിൽ വന്ന് കുടിച്ചിട്ട് അത് ചാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബിയർ വരെ ഇതിനു വേണ്ടി മേടിച്ചിട്ട് ഇവിടെ വെച്ച്. ചത്തോ? ഇല്ല, അതൊന്നും നടന്നില്ല. അവസാനം ഞങ്ങൾ ഈ ആഫ്രിക്കൻ കൊച്ചിനെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ കണ്ടുപിടിച്ച്. കാണണോ ആ മെഷീൻ? ഇപ്പം കാണിച്ചു തരാവേ. ആദ്യമേ കിടക്കുന്നു 4 പേരും. ഇവരാണ് ആഫ്രിക്കൻ ഒച്ചിനെ കൊന്നു തിന്നുന്ന ഞങ്ങളുടെ മെഷീൻ. ഈ 3 കണ്ടപ്പം പിള്ളേർ അവർ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ത്രീസ്യ, ഒന്ന് കിങ്ങിണി, പിന്നെ ഒന്ന് നമ്മുടെ പാത്തുമ്മ. ഞങ്ങളിവിടെ മതസൗഹാർദ്ദമൊക്കെ ഉണ്ട്. ഈ കൂടിരിക്കുന്ന വമ്പൻ ചെക്കനെ കണ്ട അവനാണ് ഇവരുടെ ലവർ. ഒരു ലവറും 3 പെണ്ണുങ്ങളും. ഇവർ ഓടി നടന്ന് എല്ലാത്തിനും തിന്ന് അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ ശത്രുവിനെ കൊന്നു തിന്ന്. ഇപ്പം കണ്ട് പേടിച്ചോടണം കണ്ടോ? ഇത് വന്ന സമയത്ത് അപ്പുറത്ത് അയലോക്കത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പേടിച്ചോടും. പക്ഷെ ഇപ്പം ഇത്രയും കൂടി ഇണക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ 4 പേരുടെ കഥ പറയണമെങ്കിൽ കോമഡിയാണ്. ഇവർക്ക് മീൻ കൊടുത്താലേ തിന്നത്തോളൂ. ആഫ്രിക്കൻ വെച്ചിട്ട് ആദ്യം കണ്ടുപിടിച്ച് തിന്നൂലായിരുന്നു. അവസാനം ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിനെ പെറുക്കി എൻ്റെ വായ കൊണ്ടിട്ടിട്ട് തീറ്റിക്കുമായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഇപ്പോൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പണിയൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. നല്ല പിള്ളേരായി. വേറെ 2 അംഗങ്ങളും ഉണ്ടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ. അത് വാനില, മറ്റേത് ചോക്ലേറ്റ്. വാനില ചോക്ലേറ്റും ആദ്യം ഇവിടെ കുഞ്ഞതായപ്പോൾ കൊണ്ടുവന്നതാണ്. 2 പേരും മുട്ടയൊക്കെ ഇടും. ഇപ്പം പക്ഷേ വാനിലയ്ക്ക് മുട്ടയിടാൻ വയ്യ. ആകെ ചോക്ലേറ്റ് മാത്രമേ മുട്ടയിടുന്നുള്ളൂ. ചോക്ലേറ്റ് മുട്ടയിടുമ്പം വാനില അപ്പുറത്തിരുന്നിട്ട് സപ്പോർട്ട് ചെയ്യും, കൂവി സപ്പോർട്ട് ചെയ്യും. അപ്പം ഈ മേരിയുടെയും ത്രീസയുടെയും കിങ്ങിണിയുടെയും അതേപോലെ തന്നെ പോയാ അപ്പോഴേക്കും ഈ ചോക്ലേറ്റിൻ്റെ വാനിലയുടെയും വിശേഷമൊക്കെ കേൾക്കാൻ നിങ്ങളുണ്ടാവില്ലേ? എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? ഈ 2 ഭയങ്കര വിമ്പൻ സാധനങ്ങളാട്ടോ. ഈ 2 ഇവിടെ താറാവിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനെ പീഡിപ്പിച്ച് ഓടിച്ച് കൊണ്ടു നടക്കും. അയ്യോ, കൂടെയുള്ള ചെക്കൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ മറന്നുപോയി. അല്ലേ വേണ്ട, അവൻ്റെ പേരും അവൻ്റെ സ്വഭാവമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പം ശരി.